ഹലോ ഗായ്സ്, വാട്ട്സ്ആപ്പ്, ഇറ്റ്സ് മീ വിക്സൽ സായി ഗായ്സ്. അപ്പം ഇന്ന് സൂരജ് വരുന്നത് നല്ല ഉറപ്പുണ്ട്. കാരണം അവൻ ഇന്ന് എൻ്റെ അടുത്തിരുന്നിട്ട് തന്നെയാണ് കളിക്കുന്നത്. പിന്നെ അവൻ കയറി കഴിഞ്ഞിട്ട് അവൻ സംസാരിക്കുള്ളൂ കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മൾ പിന്നെ കഴിഞ്ഞ വേൾഡ് ഡിലീറ്റ് ആയിപ്പോയി. ഇത് പുതിയ വേൾഡാണ്. കണ്ട എൻ്റെ ഇൻവെൻറ്റോറിയിലൊക്കെ ഒന്നുമില്ല, എൻ്റെ ആർമറും ടൂൾസൊന്നും ആയിട്ടില്ല. അപ്പോൾ എൻ്റെ പഴയ വേൾഡ് അങ്ങനെ ഡിലീറ്റ് ആയിപ്പോയി ഗൈസ്. ഇത് കണ്ട 10 അയണൊക്കെ ഇപ്പോഴും, അല്ല 10 കോപ്പറൊക്കെ അപ്പോഴും അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇതും അതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കാം. എന്നിട്ട് വേണം എനിക്ക് ആർമർ ഉണ്ടാക്കാൻ. പിന്നെ അച്ചു വരുമ്പോൾ അവൻ ആർമർ ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ അങ്ങനെ കുറേ പരിപാടി ഉണ്ട് ഗൈസ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൈൻഡ് ചെയ്തെടുത്തിട്ട് പിന്നെ പരിപാടി ഉണ്ട് ഗൈസ്. അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉള്ളത് കൊണ്ടാണ് സൂരജ് വരാൻ കുറച്ച് ലേറ്റ് ആവും. ഞാനിതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടൊക്കെ സൂരജിനെ വിളിക്കാനുള്ളൊരു പ്ലാനുള്ളൂ. അവൻ ഫ്രീ ഫയർ പ്ലെയറാണ് കേട്ടോ ഗൈസ്. ചെക്കൻ ഫ്രീ ഫയറിൽ ഭയങ്കര ഡോണാണ്. അച്ചു FF എന്ന് പേര്. നിങ്ങൾക്ക് മറ്റേ ഫ്രീ ഫയർ കളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അവനെ ഫ്രണ്ടാക്കാന്നുള്ളതാണ്. മലയാളികളെ ഉള്ളിട്ടാ. പക്ഷേ സെക്കൻഡ് ഫ്രീ ഫയർ നിർത്തിയിട്ടുണ്ട്. നമുക്ക് കോപ്പറൊക്കെ ഒന്ന് മൈൻഡ് ചെയ്തെടുത്തിട്ട് പരിപാടിയൊക്കെ ചെയ്യാം. എന്താ വണ്ടിയൊക്കെ ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട്. എപ്പോഴത്തെയും പോലെ കുറേ നോയ്സ് പൊല്യൂഷൻ ഉണ്ട് ഗൈസ് ഇവിടെ. ഗൈസ് ഐസ്കാരം വന്നിട്ടുണ്ട് ഗൈസ്. ഐസ് വാങ്ങണം. വാങ്ങുകയാണെങ്കിലൊക്കെ വാങ്ങാം. നാളെ സൗണ്ട് ഉണ്ടാക്കാണ്ട് പോകാൻ പറയണം. പക്ഷേ അച്ഛനെ നമുക്കൊന്ന് ഇൻവിറ്റേഷൻ ഇട്ട് കൊടുക്കാം, വരട്ടെ എന്ന്. അവൻ ഇൻവിറ്റേഷൻ ഇട്ടിട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ഈ മരം വെട്ടിയെടുക്കട്ടെ. മരം വെട്ടിയെടുക്കാം. ഈ മരം വെട്ടണ്ട. സ്റ്റിൽ 2 മരം ഉണ്ടോ? എന്നാൽ അവന് ഷീൽഡ് ഉണ്ടാക്കി കൊടുക്കാം ഗൈസ്. മരം വെട്ടിയിട്ട് തന്നെയാണ് എനിക്ക് ഷീൽഡ് ഉണ്ടാക്കാനും പറ്റുള്ളൂ. ശരിക്കും മരം വെട്ടാം ഗൈസ്. പിന്നെ ഞാൻ കമൻ്റൊക്കെ വായിക്കുന്നുണ്ട്. അവൻ്റെ പേരെനിക്ക് ഓർമ്മയില്ലാണ്ടല്ല, എനിക്ക് വായിക്കാൻ കിട്ടുന്നുള്ള ഒരുമാതിരി പേജൊക്കെ. അവൻ എന്നെ ഫ്രണ്ടാക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് അവൻ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ബ്രോ സീനാണ് ബ്രോ. എൻ്റെ എല്ലാ വീഡിയോയിലും കമൻ്റ് ഇടുന്നുണ്ട്. മൈൻക്രാഫ്റ്റിലാണോ ഫ്രണ്ടാക്കേണ്ടി അതോ റിയൽ ലൈഫിലാണോ ബ്രോ പറ. ഞാൻ കമൻ്റൊക്കെ റിപ്ലൈ കാണാണ്ടൊന്നുമല്ല റിപ്ലൈ തരാത്തത്, കണ്ടിട്ടുണ്ടായിരുന്നു. ബ്രോ അതൊന്ന് മറ്റേ എൻ്റെ പേരെ വിഷമമൊന്നും ആക്കല്ല കേട്ടോ. ഞാനൊരു പാവം ചെക്കനാണ് ഗൈസ്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്ത് വെച്ചോട്ടോ. കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു അച്ചു എന്ന പേരുള്ള വരേണ്ടതാണ്. കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ. പിന്നെ നമ്മളിത് കണ്ടാകും ഡേർട്ടിനെ പാത്താക്കി വിട്ടതൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ വേൾഡിൽ അതൊക്കെ ചെയ്തത്. മറ്റേ വേൾഡൊക്കെ പോയി. ഞാൻ സ്റ്റെയറൊക്കെ മര്യാദയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഡേർട്ട് വെച്ചിട്ട്, അതൊക്കെ പോയി. മേലെ ഞാൻ കുറച്ച് ടെറഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് നോക്കിക്കോ, ബ്യൂട്ടിഫുൾ. ഇതൊക്കെ ഒന്ന് വന്നിട്ട് അവനെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് വേണം ഗൈസ് വിടാൻ. ഇന്ന് നമ്മൾ 2-3 വീഡിയോ അടുപ്പിച്ചിടുന്നതാണ്. ഫസ്റ്റ് വീഡിയോയിൽ ചെക്കൻ വന്നൊരു ഇൻട്രോ പോലത്തെ, അതായത് ഈ വീഡിയോയിൽ അവൻ വരുന്നിട്ട് അവൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്ന അങ്ങനെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിലാണ് ഗൈസ് കുറച്ച് സീരിയസ് ആയിട്ട് ഇതൊന്ന് ട്രാൻസ്ഫോം ചെയ്ത് വിടണം. അത്രയൊക്കെ പരിപാടി ഉണ്ട്. പിന്നെ ഇന്നത്തെ വീഡിയോ ഭയങ്കര ലെങ്തായാൽ നിങ്ങളത് നോക്കരുത്. കാരണം ഇന്നത്തെ വീഡിയോ ലെങ്താവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ കാണാൻ പറ്റിയ അത്രയും ഫുള്ളിരുന്ന് കാണുക. ഞങ്ങൾ കുറേ കോമഡി മണ്ടത്തരമൊക്കെ കാണിക്കുന്നുണ്ട്. ഗൈസ് അപ്പോൾ ഞങ്ങളുടെ അനിയനൊക്കെ ഇവിടെ ഉണ്ട്.
നീ പറയാൻ വന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഗൈസ് അപ്പോൾ കുറച്ച് എനിക്കായിട്ട് ആർമറൊക്കെ ഉണ്ടാക്കണം. കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടൊരു ഷവല് ഉണ്ടാക്കി വെക്കാം. എനിക്ക് ഈ ഒരു അയൺ ഷവല് വേഗം പൊട്ടിക്കാൻ ഒട്ടും താല്പര്യമില്ല ഗൈസ്. ഞാൻ പിശിക്കാൻ. നിങ്ങൾ എൻ്റെ പുതിയ കോപ്പർ ആർമർ കണ്ടു? ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ എന്നെ കോപ്പർ ആർമറിൽ കാണാൻ? ഡോറ. നിങ്ങൾ ഡോറയുടെ പ്രയാണം കണ്ടിട്ടുണ്ടോ? ഡോറ സൂപ്പറാണ് ഗൈസ്. എൻ്റെ ഫേവറേറ്റ് ആണ് ഡോറ ദ സൂരജിന് ഒരു ഷീൽഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് 6 എണ്ണമായിട്ടപ്പോൾ നമ്മളൊരു പിക്കാക്സ് ഉണ്ടാക്കാം, ഒരു ആക്സ് ഉണ്ടാക്കാം. എന്നിട്ട് ആക്സ് എടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കണം. ആക്സും ഒരു പിക്കാക്സും വെച്ചിട്ട് ശരി ശവലും അവൻ്റെ കയ്യിൽ തന്നെ വെക്കാം. നമുക്കിപ്പോൾ ശവലുണ്ടല്ലോ. ഒന്നും കൂടി ഒന്ന് സ്മെൽട്ടായിട്ട് നമുക്ക് അങ്ങനെ വെക്കാം. അവനുള്ളത് ബാക്കിയൊക്കെ ഉണ്ടാക്കാം. ഇപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത് ഒരു സോഡാണ്. പിന്നെ എനിക്കൊരു ഷവൽ ഉണ്ടാക്കാൻ അപ്പോൾ അതും സെറ്റായിട്ടുണ്ട്. ഞാൻ സോഡ് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പോലെയല്ല, ഇന്ന് നല്ല ഉറപ്പുണ്ട് ചെക്കൻ വരണം എന്നാണ് എൻ്റെ ഒരു എന്താ. അപ്പോൾ കുറച്ചും കൂടി കോപ്പർ അവനൊരു ഫുൾ ടൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ആവൂ ഗൈസ്. ജോയിൻ ആയി. ലൊക്കേറ്റർ പറഞ്ഞ വേണ്ടത്. Vixel H7 joined the game. Bro. Hello. Yes. Vixel Sai. Vixel Sai എന്നൊന്നും വിളിക്കണ്ട, മര്യാദയ്ക്ക് പേര് വിളിക്കറ. ഇപ്പോൾ ഗെയിം കളിക്കുമ്പോൾ ഗെയിമിൻ്റെ പേര് വിളിക്കണ്ടേ? പിന്നെ ഇല്ല ഗൈസ്, നമ്മുടെ സൂര്യചേട്ടൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാളും 8ലാണ് കേട്ടോ പഠിക്കുന്നത്. അതറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞത്. രാത്രിയായി ഗൈസ്. എൻ്റെ സൂര്യജി ഒന്ന് ചാവുമോ, എന്നാലേ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. അയ്യോ, എന്നെ വിളിക്കാൻ വരുമോ? നീ വിളിക്കാനൊക്കെ വരാം. നീ ഒന്ന് ചാവുമോ? എനിക്ക് കിടന്നുറങ്ങണമായിരുന്നു. ഞാൻ നോക്കാം, ചാവാൻ നോക്കാം. അവിടെ വെള്ളം കുറേ ഉണ്ട്, അതിൽ മുങ്ങി ചാവൂ. ആവശ്യമില്ലേ വെള്ളം? ചാവാ. എനിക്ക് ഉറങ്ങിയിട്ട് ഞാൻ രാവിലെ വിളിക്കാൻ വരാം. സത്യം. ശരി, നീ ഉറയ്ക്കോ? എനിക്ക് ഉറങ്ങണമെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഞെക്കിക്കഴിഞ്ഞാൽ നൈറ്റ് സ്കിപ്പഡ് വെന്ന് അങ്ങനെ അതും ഇതൊക്കെ ഇരിക്കാനിരിക്കും. ബാക്കിയുള്ള പ്ലേയേഴ്സ് ഉറങ്ങിയാലേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. ചാവാ ഞാനിപ്പോൾ എവിടെയോ ആണ്. നോക്കട്ടെ കേട്ടോ. എനിക്ക് അടുത്ത് പൊട്ടിത്തെറിച്ച് ഞാൻ എത്തും. സൂപ്പർ. അതെ ഗൈസ്, നമ്മുടെ സൂര്യചേട്ടൻ്റെ ലൊക്കേറ്റർ ബാറൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒന്ന് ചത്തു തരുമോ പ്ലീസ്? നീ അങ്ങോട്ടൊന്ന് വരുമോ? എന്നിട്ട് ഞാൻ ചാവാ. ഞാൻ അങ്ങോട്ട് വന്നിട്ട് നീ ചാവണത് എന്തിനാണ്ടാ? എനിക്ക് ചാവാ. ഞാൻ എന്തിനാണ്ട അപ്പൊ ചാവണേ? നീ വെറുതെ ചാവേ. എനിക്ക് വയ്യടാ. ഈ സ്പൈഡറിന്റെ ചത്തോ? ഇല്ല ഞാൻ എനിക്ക് നൈറ്റ് സ്കിപ്പ് ചെയ്യാനാണ് ഗൈസ്. ചെക്കന് കുറച്ച് പ്രോ പ്ലെയർ ആയതുകൊണ്ട് എല്ലാം അറിയാം. കണ്ട, ഈ പ്ലെയർ അതർ പ്ലെയേഴ്സ് സ്ലീപ്പ് ആയാലാണ് നൈറ്റ് സ്കിപ്പ് ആവുള്ളൂ. ഒരു സ്കെൽട്ടന് സ്പൈഡറും എല്ലാം ഉണ്ടല്ലോ. ആർക്കറിയാം ഗൈസ്. നമ്മുടെ വിക്സൽ അച്ഛൻ്റെ ലൊക്കേറ്റർ ബാർ കാണിക്കുന്നുണ്ട്. നീ വെള്ളം കണ്ടോ? വെള്ളം ഒന്നും കണ്ടിട്ടില്ല. വെള്ളത്തിൽ ഒരു സ്പൈഡറായിട്ടുണ്ട് ഗൈസ് അവിടെ. സൂര്യജിട്ടുണ്ട്. റീസ്പോൺ അടിക്കണ്ട. ഇല്ല റീസ്പോൺ. അതിന് റീസ്പോൺ അടിച്ചോ? രാവിലെ ആയിട്ടുണ്ട്. റീസ്പോൺ ആയിട്ട്. പിന്നെ ഞാൻ ഇപ്പം വരാട്ടാ. 40% വേഗം വാട്ടാ. അല്ല, ഞാൻ അങ്ങോട്ട് വരാം. എൻ്റെ ബൂട്ട് കാണാനില്ല ഗൈസ്. ഞാൻ വന്നോണ്ടിരിക്കുകയാണ്. നീ എൻ്റെ അടുത്തേക്ക് ഒന്ന് വരുമോ? വരാം. എനിക്ക് നിന്റെ സ്ഥലമൊന്നും അറിയില്ലടാ, അതാടാ. ഒരു ബൂട്ട് ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഈ ക്രീപ്പറിന് എന്തിനാണാവോ മോചം കാര്യം. ശല്യം പിടിച്ച സാധനം. ഈ സാധനങ്ങളൊക്കെ കൂടി കളയാൻ വേണ്ടിയിട്ട് നിന്റെ അടുത്ത് വരാം. എൻ്റെ ബൂട്ട്സ് ഒന്നും കാണാനില്ല. നീ ചെരുപ്പിടാണ്ട് ഓടി വാ.
വരെ ഗൈസ് എൻ്റെ ബൂട്ട്സ് ഇൻവെൻറ്ററി ഉണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്തിട്ടിട്ട് നമുക്ക് സെക്കൻഡ് വിളിക്കാൻ പോകണം. ഹലോ ഗൈസ്, ഞാനാണ് വിക്സൽ എച്ചു. എൻ്റെ ഒറിജിനൽ പേര് സൂര്യൻ. ഗൈസ് ഇതാരാ വന്നേക്കുന്നതെന്ന് നോക്കൂ. സായിൻ്റെ വീട്ടിൻ്റെ അടുത്ത് നമുക്ക് സർപ്രൈസ് ആണ് കേട്ടോ ഗൈസ്. നമുക്ക് ഇപ്പോൾ സെക്കൻഡ് ആർമറും ബൂട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് ചെസ്റ്റിൽ വെക്കാം. സായി എനിക്ക് എന്തെങ്കിലുമൊക്കെ പണി തരുന്നതാണ് എൻ്റെ ഒരു ഉണ്ടാവും. സർപ്രൈസ് വിക്സൽ എച്ചു. പക്ഷെ അവൻ്റെ സ്കിന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് കാണുന്നില്ല. എൻ്റെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നമാണ് ഗൈസ്. ഇവിടെ ഒരു പന്നിക്കുട്ടി നിൽക്കുന്നു. കൊല്ലാം. ഇതെന്തൊക്കെയോ പോടാ. ശരി, നീ പറഞ്ഞുകൊണ്ട് തല്ലിക്കൊല്ലല്ല. ഞാൻ ഇങ്ങോട്ട് വരുമൊന്നും വേണ്ട. നീ അവിടെ ആർമറോ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വാട്ടാ. മുടിയുള്ള കോഴി കൊതിരിക്കുന്നു. ഗേസ് കുറേ കോളുണ്ട് ഗേസ്. അപ്പോൾ നമുക്ക് കോളൊക്കെ എടുക്കാം. നമ്മൾ ഡോൺ ആണ്. ആർമർ ടൂൾസൊക്കെ ഉണ്ട്. ആർമറില്ല, ടൂൾസ് ഉണ്ട്. നമുക്കപ്പോൾ ഈ കോളൊക്കെ ഒന്ന് എടുത്തിട്ട് വേണം. അടുത്തേക്ക് വരട്ടെ. വാ. ഇവിടെ കോള് മെയിൻ ചെയ്യുമ്പോൾ കുറേ XP കിട്ടുന്നുണ്ടല്ലോ. എൻ്റെ 5 XP. ലെവൽ കൂടിയുണ്ട് ഗൈസ്. നമ്മൾ വേറെ ലെവലാണ്. എൻ്റെ അടുത്തേക്ക് ഒന്ന് വാടാ, ലെവൽ കൂടിയവനെ. അതുകൊണ്ട് ഞാൻ കോപ്പർ മൈൻ ചെയ്യട്ടെ. ലെവൽ കൂടിയവൻ എൻ്റെ അടുത്തേക്ക് വരൂ. ലെവൽ കൂടിയവൻ എന്തെങ്കിലും നീ ഇങ്ങോട്ട് വാ. ഇനി എവിടെയാണോ പോയിരിക്കുന്നത്? നിനക്ക് അവിടെ ഒരു എമറാൾഡ് ഉണ്ട്, അത് മൈൻ ചെയ്യണ്ടാട്ടാ. സോറിയടാ, എൻ്റെ കയ്യിൽ മറ്റേ ടൂൾസ് ആയിരുന്നു അല്ലേ, കോപ്പർ ടൂൾസ്. അയൺ ടൂൾസ് കൊണ്ടല്ലേ പറ്റുള്ളൂ. എനിക്കൊരു അയൺ ടൂൾ ഉണ്ടാക്കി തരുമോ? ഇതൊക്കെ 2 അയണുള്ളൂ, 3 അയണ ഉണ്ടെങ്കിലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് പോയിട്ട് അയൺ മൈനിങ്ങിനും ഡയമണ്ട് മൈനിങ്ങിനൊക്കെ പോകണം. നമുക്കപ്പോൾ അടുത്ത വീഡിയോ ഇടുമ്പോൾ അയൺ മൈൻ ഷീപ്പ് അതിന് തല്ലിക്കൊന്നിട്ട് ഞാൻ ബാക്കി പറയാം. കൊല്ലി എന്നാലും സെക്കൻഡിന് ബെഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവൻ ചാവണം, ഇല്ലെങ്കിൽ ഞാൻ ചാവണം. ഉറങ്ങണമെങ്കിൽ പറഞ്ഞ് എന്താ ചെയ്യുക. അങ്ങനെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീട് കെട്ടണം, അതാ മൈൻ ചെയ്യാൻ പോകണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ആദ്യം വീട് കെട്ടാം. വീട് കെട്ടാം. അവിടെ കുറച്ച് കോപ്പുണ്ട്, അത് മൈൻ ചെയ്ത് നിൽക്കുന്നു. ഞാനിവിടെ നിൽക്കട്ടെ. കുക്കിംഗ് ബോർഡ്. കുക്കിംഗ് തന്നെ പണി. എന്താ കോപ്പർ മെൽറ്റ് ചെയ്യുക. പിന്നെ കോപ്പർ സ്മെൽറ്റിങ് ചെയ്തിട്ട് കുറേ പരിപാടിയൊക്കെ ഉണ്ട്. ഇനി എൻ്റെ ഇൻവെൻറ്ററി ഒന്ന് ക്ലീൻ ആക്കട്ടെ. കുറച്ച് കുക്ക് ചെയ്യാൻ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. കോപ്പർ എടുത്ത് താഴെ വെക്കട്ടെ. എനിക്ക് മട്ടനും കോഴിയൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വലിയ വിഷയമില്ല. നീ എന്താ അവിടെ ഇവിടെയൊക്കെ കളിക്കണേ? എവിടെയെങ്കിലൊക്കെ കളിക്കണ്ടേ? ഇതെങ്ങനെ അയൺ വെച്ചു ഇവിടെ? ഞാൻ തന്നെ അവിടെ അയൺ വെച്ച് ഒരു ബക്കറ്റ് ഉണ്ടാക്കാല്ലേ? അയൺ കളയണം. അയൺ വേണ്ട. നമുക്ക് അയൺ വേണ്ടതല്ല, മറ്റേ ഇത് കുക്ക് ചെയ്യിപ്പോൾ. ഞാൻ കുക്ക് ചെയ്ത് ഒരു ബക്കറ്റ് ഉണ്ടാക്കട്ടെ. അങ്ങനെ ഒരു ബക്കറ്റ് ആയിട്ട് നമുക്ക് നല്ലോണം ആവശ്യം വരും. ബക്കറ്റ് ഒരു ലാവയിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബക്കറ്റും കൊണ്ട് ലാവയും കൊണ്ട് തന്നെ നമ്മൾ കുക്ക് ചെയ്യുള്ളൂ. പിന്നെ ഈ കോപ്പറൊക്കെ നമ്മൾ ടൂൾസ് ഉണ്ടാക്കാൻ എടുക്കും. ഇപ്പോൾ മട്ടൻ കുക്കായിട്ടുണ്ട്. എൻ്റെ മട്ടൻ അടിച്ച് മാറ്റാൻ നോക്കുകയാണെങ്കിൽ അടിച്ച് മണ്ട ഇട്ടാക്കും കേട്ടോ. ഇല്ല ഞാൻ എടുക്കും. എൻ്റെ മട്ടൻ എനിക്ക് കിട്ടി. എനിക്കെന്തെങ്കിലും ഈ പോർക്ക് നീ എടുത്തോ. പോർക്കിലെങ്കിലാണ് സായേ. ഗൈസ് നമ്മുടെ ഐസ്കാരും ഫ്രണ്ടിൽ കൂടെ പോയി. അയ്യോ എനിക്ക് കഴിക്കാൻ തോന്നുന്നു ഗൈസ്.
ഗൈസ് അപ്പോൾ ഗൈസ് വാണ്ടറിങ് ട്രേഡർ ഏത് ട്രേഡർ ഇതാണ് ലാമ മാസ്റ്റർ. ഓ അവരും ബക്കറ്റ് വെക്കണ്ടാ. ലാഭം വെക്കണ്ടോ? ബക്കറ്റ് പഫർ ഫിഷിന്റെ ബക്കറ്റ് മേടിക്കരുത്. മേടിക്കും. എന്തിന്? ആവശ്യമുണ്ട്, നമുക്ക് ബക്കറ്റൊക്കെ നല്ല ആവശ്യമുള്ള സാധനമാണ്. ബക്കറ്റ് കളിച്ച് വെക്കും. നീ ഉറങ്ങിയോ? ആടാ എൻ്റെ ബെഡിൽ കിടന്നാണ് ഞാൻ പിടിക്കും. ഇല്ല എന്നൊന്നും ചെയ്യരുത്, എന്നെ വെട്ടരുത് കേട്ടോ പ്ലീസ്. ഞാൻ എൻ്റെ ബെഡില് കിടന്നവനെ തല്ലും. പ്ലീസ് ഞാൻ എൻ്റെ എമറാൾഡ് ഒന്ന് എടുക്കട്ടെ. ഞാൻ അടിക്കാട്ടാ. മര്യാദക്ക് എണീറ്റ് പൊക്കോളും. എനിക്കൊരു ബെഡ് ഉണ്ടായിട്ടാ. അപ്പോൾ എനിക്ക് ബെഡില്ലേ, ഞാൻ ഉണ്ടാക്കിത്തരാം. അതൊക്കെ നമുക്ക് ആദ്യം ഈ മണ്ടൻ്റെ അടുത്ത് നിന്നൊരു പഫർ ഫിഷിൻ്റെ പെട്ടി വാങ്ങണം. ഈ സാധനം തുപ്പി. നീ തല്ലിയില്ലേനെ? എന്താ വയ്യേ? അയ്യോ ഞാൻ അറിയാതെ വെട്ടിയടാ അവനെ. നീ വെട്ടിയകാരനെ എനിക്കിട്ട് തല്ലുകൊള്ളു. ആണോ? സോറി ഇതാ വീണ്ടും വെട്ടിയാ. ആടാ അറിയാതെ വെട്ടി പോടാ. ഓ പഫർ ഫിഷിൻ്റെ ബക്കറ്റ് കിട്ടി ഗൈസ്. അങ്ങനെ പഫർ ഫിഷിൻ്റെ ബക്കറ്റ് എങ്ങനെ സർവൈവ് ചെയ്യാൻ? ഒരൊറ്റ ബെഡുള്ളൂ. നീ കിടന്നുറങ്ങാനും പറ്റില്ല, എനിക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. എന്ത് ചെയ്യും? നമുക്ക് ഈ പന്നിനെ തല്ലിക്കൊല്ലാൻ നോക്കാം. വേണ്ട, നീ എടുത്തു. നീക്കല്ലേ ഒന്നും ഫുഡൊന്നും ഇല്ലാത്ത പന്നീനെ പോയി തല്ലിക്കൊല്ലും. നമുക്ക് ഈ പഫർ ഫിഷിൻ്റെ ബക്കറ്റ് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒഴിച്ച് വെക്കാം ഗൈസ്. അവിടെ കോഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ഒഴിച്ച് വെക്കാം. അമ്മേ എന്തോ വെടിവെക്കുന്നു. സോംബി അതിന് വാടാ ഞാൻ വരണോ? വരണം. തല്ലിനെ കൊല്ല്. അവനെ റോട്ടൽ ഫ്ലഷ് ആക്കി വിട്. ഞാൻ കുറേ സോംബീസ് അടിക്കണു. രക്ഷിക്കണേ. അമ്പമ്പിലൊക്കെ വിടുന്നുണ്ട്. ജാവ സ്കെൽട്ടൻ. അയ്യോ സോറി റീസ്പോൺ അടിക്കണ്ട. സോറി ഇല്ല റീസ്പോൺ അടിച്ചാൽ എനിക്കൊന്ന് ഞാൻ എത്തും. എനിക്ക് റീസ്പോൺ അടിക്കണ്ട. മോൺസ്റ്റേഴ്സ് നിയർ ബൈ ആയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. എൻ്റെ ഒരടി കൊണ്ടാണ് ഞാനിപ്പം ചാവും. അയ്യോ നിന്റെ ആർമർ കിട്ടുന്നത് അവൻ തന്നെ കളിക്കലടാ. എന്താ പറയണു നോക്ക്. ഇത് വീണ്ടും പുറകിന്ന് വന്ന് അവൻ തന്നെ അത്. അവരെങ്ങനെയാണ് ഇത്ര സ്പീഡിൽ പോണ്? ഞങ്ങൾ വെറുതെ ചത്തുകൊണ്ടിരിക്കുന്നു. അവൻ ചത്തു. താങ്ക് യു സ്കെൽട്ടൻ ചേട്ടൻ. നമ്മുടെ സോംബു ചേട്ടനെ കൊന്നിരിക്കുന്നു ഗൈസ്. സ്കെൽട്ടൻ ചേട്ടൻ വേറെ ലെവൽ. സ്കെൽട്ടൻ ചേട്ടനെ നമ്മൾ കൊല്ലുന്നു. സ്കെൽട്ടൻ ചേട്ടനെ കൊന്നാലാണ് നമുക്ക് ബൊൺമീലൊക്കെ കിട്ടുള്ളൂ ഗൈസ്. കുറേ ഒരു ആർമറുണ്ട്, എൻ്റെ തന്നെ ആർമർ. നമുക്കൊന്ന് ഉറങ്ങി എണീക്കാം. നീ റെസ്പോൺ ഞെക്കിക്കോ. എന്താ നീ പറന്ന് ചാടി വന്നിരിക്കണേ? എൻ്റെ റെസ്പോൺ പോയിന്റ് ഇവിടെ തന്നെ ആയിരുന്നടാ. നീ അതിൽ കിടന്നല്ലോ, അപ്പോൾ ആയിരിക്കുമല്ലോ. എന്തൊക്കെയോ വെടിവെക്കണു. ഇല്ല എന്തൊക്കെയോ എന്നെ വെടിവെക്കുന്നു. കയറി വാ. എൻ്റെ സംഭവങ്ങളൊക്കെ കിട്ടിയില്ലല്ലോ. ഡ്രോപ്പ് ചെയ്യാം. അയ്യോ എന്തൊക്കെയോ വെടിവെക്കണു. ഞാൻ വെടിവെക്കല്ലടാ, വേറെന്തോ ആവണതാ. അല്ല സ്കെൽട്ടൻ സൈഡില്. സ്കെൽട്ടൻ നിന്റെ ബാക്കിൽ സ്കെൽട്ടൻ. തല്ലിക്കൊല്ലാം. നമുക്കിനി ഒരു വട്ടം ചത്തു കഴിഞ്ഞ പിന്നെ നമ്മൾ അങ്ങനെയാണ്. നമുക്ക് ഷീൽഡ് ഒന്നും വേണ്ട. ഇത്രേ ഉള്ളൂ. വെട്ട് ഞാൻ വെട്ടിയിട്ട് ഒറ്റ വെട്ട്. അടാ ആ എല്ലാം എൻ്റെ കേട്ടാ. എല്ലൊക്കെ എനിക്കിതാ. എല്ലൊക്കെ കൊണ്ടുതരാം. തന്നാ പോയത് എനിക്ക്. ഇങ്ങോട്ട് വാ, മേലേക്ക് വാ. നിന്റെ അടുത്തല്ലേ ഞാനത് പറയണ്ടേ. സോറിയടാ. മേലേക്ക് വാ. തരാ. വാ. അല്ല തരില്ല. ഇങ്ങോട്ട് വാ. ബാക്കിക്ക് വേഗം താ. വേഗം വന്ന് എൻ്റെ ബക്കറ്റ് നീ അത് എടുത്തിട്ട് അവിടുന്ന് മാറടാ സൂരജ്. എൻ്റെ ബക്കറ്റ് കിട്ടിയിട്ടുണ്ടോ? ബക്കറ്റ് കിട്ടിയാ? ബക്കറ്റ് കിട്ടി. ഞാൻ എൻ്റെ ബോണതാ വിട്ടുതരാം. ബോ തന്നാലും കുഴപ്പമില്ല. ശരി, എൻ്റെ ബോൺ എന്തുകൊണ്ട് തരുന്നില്ല? തരാപ്പോ. അല്ല ആരോയാ? ബോൾ നിക്ക് നീ ബോൺ ഇട്ടാലേ ഞാൻ ബാക്കിയൊക്കെ തരുള്ളൂ കേട്ടോ. ബോൾ കിട്ടിയാ? ഇല്ല. ഡ്രോപ്പ് ചെയ്തിട്ടില്ല ഞാൻ. ഞാനൊക്കെ സ്പാം ക്ലിക്ക് ചെയ്ത് എനിക്ക് തന്നെ ഇട്ട് തരാം.
എടുത്തോ അതൊക്കെ എടുത്തോ. എടുക്കുക. ആ സാധനം നിൻ്റെ കൈ, അത് എൻ്റെ കൈക്ക് തന്നെ വരുന്നു. ശരി, ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാനല്ലേ രാജാവ്. അപ്പോൾ നമ്മൾ മേലെന്ന് വിക്സൽ അച്ഛൻ അന്നദാനം ചെയ്ത് കൊടുക്കണേ. അന്നദാനം എല്ലാം സാധനങ്ങളൊക്കെ ദാനം ചെയ്ത് കൊടുക്കണേ. അതൊന്നും ഇല്ലാട്ട് സായി, ഞാൻ അടിച്ച് പൊട്ടിക്കോ. അയ്യോ, എന്റെ മന്ദബുദ്ധിയായ എന്റെ കൂട്ടുകാരാ. എടുത്തോ സാധനങ്ങളൊക്കെ എടുത്തോ. ഈ ബൂട്ടാ? ആ ബൂട്ട് എല്ലാം ഇട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇനി ഞാൻ താഴെ ഇറങ്ങട്ടെ. നീ തയ്യാറോ? നീ ഒറ്റ ചാട്ടിലാണ്. വേണ്ട പിന്നെ വേറെ പണിയില്ലേ. ചാവാൻ വയ്യറോ, നിന്റെ 2 ഹാർട്ടേ ഉള്ളൂ. അതുപോലും ഞാൻ ശ്രദ്ധിക്കാണ്ട കളിക്കുന്നു. വല്ല കുക്ക് ചെയ്ത് കഴിക്കോ? നിൽക്കുന്നൊക്കെ ഒരു പട്ടി. ആ അപ്പം ഞാൻ ഈ പട്ടിന് ടീം ചെയ്യട്ടെ. ടീം ചെയ്തു. അതാ പട്ടി. ഇല്ല സായി, ഉടായിപ്പ് എന്റെ വല്ല ചെയ്ത എനിക്ക് ദേഷ്യം വരട്ടെ. ഞാൻ തല്ലി ഉറപ്പാണ് പട്ടിനെ. ഞാൻ പട്ടിനെ വിടറാ. ഇല്ല സായി, എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ വിട്ടു ഉറപ്പാണ്. പട്ടിനെ തൊടണം. അല്ല പട്ടിനെ തൊടുന്നാടാ കള്ളച്ചക്ക. നിന്നെ തട്ടും. പട്ടി ഒരേ കിട്ടുള്ളൂ. വിക്സലച്ചന് കുറെ വട്ടം കിട്ടും. വിടക്ക് ചക്ക, എന്തിന്റെ പട്ടിക്ക് എന്താ എന്റെ അടുത്ത് ഇത്ര കിഴ? എനിക്കറിയില്ല. വീണ്ടും വരണി പട്ടിക്ക് എനിക്ക് ദേഷ്യം വരില്ല. തല്ലിട്ട് ഉറപ്പായി. നിക്ക് നീ ഒരു വട്ടം കൂടി ചത്തു നോക്ക്. ഇല്ല ഞാൻ കുറച്ച് മട്ടൻ കൊണ്ട് അതിനെ ലൂർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. നിനക്ക് ഇങ്ങോട്ട് വാ. അയ്യോ അവൻ ചട്ടില്ലല്ലേ, അവൻ നമ്മുടെ ടീമാണ്. കൊല്ലരുത് അമ്മാവ, ആളറിയാം. നീ എന്താ ഷീൽഡും പിടിച്ചിട്ട് ബ്ലോക്ക് ചെയ്യാണ്ട് നിക്കണ്? നീയല്ലേ പറഞ്ഞു ചാവുന്ന്. നീ ചാവില്ല അവൾക്ക്. ഇനി റീസ്പോൺ ആയിക്കോ. ഇപ്പൊ വലിയ വിഷയമില്ലല്ലോ. ഇനി എന്തെങ്കിലും ചെയ്ത സായേ. ഞാനെന്ത് ചെയ്തിട്ട്? ദേഷ്യം വന്നോണ്ടല്ലോ ഞാൻ ആ പട്ടിനെ വെട്ടി കൊല്ലും ഉറപ്പാണ്. വേണ്ട പാവമെടാ എൻ്റെ പട്ടി. കണ്ട, ആ പട്ടിക്ക് ഫുഡ് കൊടുക്കുന്നത് വരെ ഒറ്റയ്ക്ക് നിന്ന് തിന്നത് കണ്ട. പശുവിനെ പിടിച്ച സായി പാവം പട്ടി എൻ്റെ. ഓ ഭയങ്കര പാവമാണ്. എന്നെ വെറുതെ തല്ലിടടാ. അടാ അത് നീ എന്തോ തെറ്റായി എന്നോട് ചെയ്തിട്ടുണ്ട്. എന്ത് തെറ്റിയാണ്? നമുക്കൊരു കളി കളിച്ചാലോ? ഓ നീ വാ അങ്ങടി, വെള്ളത്തിൻ്റെ ഉള്ളിൽ ചാടും. നമുക്ക് അത് സീന് കളിയാണ്. വെള്ളത്തിനുള്ളിൽ ചാടി കളിക്കോ? വെള്ളത്തിനുള്ളിൽ ചാടാൻ കിട്ടില്ല. എനിക്കിട്ട് പണിതൂന്ന് മനസ്സിലായി. എന്ത് സംഭവം? പഫർ ഫിഷ് ഉള്ള വെള്ളമായിരുന്നു. ഓ അതിനാണ് ആ ബക്കറ്റ് മേടിച്ചത്. മണ്ടോ ഇനിയില്ല സായി. പഫർ ഫിഷിനെ നമുക്ക് കൊല്ലാം ഗൈസ്. പഫർ ഫിഷിനെ അയ്യോ എന്നെ തല്ലല്ലേ. അതാ ആ പട്ടി പഫർ ഫിഷിനെ കൊല്ലുന്നു ഗൈസ്. എന്നെ തല്ലിയത് കാരണം. എൻ്റെ ഡോണ് പട്ടിയാണ് ഗൈസ്. എനിക്ക് കൊടുക്കാനൊന്നുമില്ല. റോട്ടൺ ഫിഷ് ഉണ്ട് ഗൈസ്. കൊടുക്കട്ടെ, എനിക്ക് വല്ലതും തിന്നെന്താടാ? എനിക്ക് റോട്ടൺ ഫ്ലഷ്. അത് അവിടെ പോയി പഫർ ഫിഷ് എടുത്ത് തിന്നോ. ഇനി അടുത്ത ഇല്ല കുഴപ്പമില്ല. പഫർ ഫിഷ് തിന്നോ. ടേസ്റ്റ് അല്ലേ? തിന്നോ. ഞാൻ കഴിക്കട്ടാ. എനിക്ക് വല്ലതും ആയാ സായേ. കഴിച്ചോ? കിഡ്നി പടുതു. നിന്നെ കൊണ്ടുള്ള തല കറങ്ങണ്ടോടാ. ആടി നിൽക്കുകയാണ് ഞാൻ മൈൻക്രാഫ്റ്റ് ആദ്യമായിട്ട് കളിക്കണോട്ടോ. ഫ്രീ ഫയർ ആയാണെങ്കിൽ ഇതിനെ വെട്ടി ഞാൻ പോകുന്നേ. കുഴപ്പമില്ല. ഈ റോട്ടൺ ഫ്ലഷ് തിന്നോ. അത് വിഷയില്ല. കഴിച്ചോ. അതെങ്കിലും തിന്നാൻ പറ്റുമോ? ഇല്ല ഞാൻ വിഷം ചേർത്തിട്ടില്ല. ഞാൻ മറ്റേ എന്താണ് കഷായം രേഷ്മിയൊന്നുമില്ല. ശരി ഗൈസ്, ഐസ്ക്രീം വണ്ടി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റാ ബൈ. സൂര്യ ബൈ പറ. ബൈ.